വെൽക്കം ടു ഹിന്ദി സഹായക്. ഇന്ന് നമ്മൾ രാജ ഓർ വിദ്രോഹി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദൃശ്യ, അതായത് ദൂസരാ ദൃശ്യ സീൻ 2. അപ്പോൾ രണ്ടാമത്തെ രംഗം നമുക്ക് നോക്കാം. രാജ പറയാണ്, സേനാപതി തുംസെ മേം കാഫി നാരാസു. സേനാപതി, എനിക്ക് നിന്നോട് വലിയ ദേഷ്യമുണ്ട് എന്ന് ആര് പറയാണ്? രാജാവ് പറയാണ്. ഇവിടെ മക്കൾ നോക്കേണ്ടത് കാഫി നാരാസ് എന്ന് പറയുകയാണെങ്കിൽ കാഫി എന്ന് പറഞ്ഞാൽ വലിയ, നാരാസ് ദേഷ്യമുണ്ട്, ഞാൻ നിന്റെ അടുത്ത് ഡിസപ്പോയിന്റഡ് ആണ്, എനിക്ക് ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സേനാപതി പറഞ്ഞു, ऐसी क्या गलती हुई महाराज, എന്ത് തെറ്റാണ് എന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്ന് സേനാപതി ചോദിച്ചു. അപ്പോൾ രാജാവ് പറയാണ്, തുമ്മെ കിസി ബാത് കാ ജോഷ് നഹീ രഹ, നിനക്ക് ഒരു കാര്യത്തിലും ജോഷ് നഹീ രഹ. ജോഷ് എന്ന് പറഞ്ഞാൽ ഉത്സാഹമില്ല, നിനക്ക് ഒരു കാര്യത്തിലും ഉത്സാഹമില്ല എന്ന് ആര് പറഞ്ഞു? രാജാവ് പറഞ്ഞു. അപ്പോൾ സേനാപതി പറയാണ്, ആജ്ഞാ ദീജിയെ മഹാരാജ് മേരെ ലിയേ, എന്ത് പറയാണ്? ഉത്തരവിടു മഹാരാജാവേ, അങ്ങയുടെ ആഗ്രഹമാണെല്ലാം. എന്താ പറഞ്ഞത്? നിങ്ങൾ ആജ്ഞാ ദീജിയെ, ആജ്ഞ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ, നിങ്ങൾ ഉത്തരവിട്ടോളൂ മഹാരാജാവേ, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന രീതിയിൽ ആര് പറഞ്ഞു? സേനാപതി പറഞ്ഞു. അപ്പോഴാണ് ആപ്കി ഇച്ഛാഹി സബ് കുച്ച്, എന്താ പറഞ്ഞത്? ഉത്തരവിടു മഹാരാജാവേ, അങ്ങയുടെ ആഗ്രഹമാണ് എല്ലാം എന്ന് പറഞ്ഞു. സേനാപതി പറഞ്ഞു. അപ്പോഴാണ് രാജാവ് പറഞ്ഞു, സേനാപതി बनने के बाद से अभी तक तुमने किसी लड़ाई की तैयारी नहीं की है. എന്നിട്ട് രാജാവ് പറഞ്ഞു, സേനാപതി അതിനുശേഷം ഇതുവരെ നിങ്ങൾ ഒരു യുദ്ധത്തിനും തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല. സേനാപതി ബനനെ കെ ബാദ്, അതായത് സേനാപതി ആയതിനു ശേഷം, അബി തക് എന്ന് പറഞ്ഞാൽ ഇതുവരെ, തുമ്നെ നിങ്ങൾ, കിസി ഒരു, ലഡായി യുദ്ധം, ലഡായി എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്, ലഡായി യുദ്ധം, की तैयारी नहीं की, യാതൊരു യുദ്ധത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സേനാപതി പറയാണ്, മഹാരാജ കിസേ ലഡേം കോയി ദുഷ്മൻ തോ ഹേ ഹി നഹി. അപ്പോൾ സേനാപതി പറഞ്ഞു, എന്താ സേനാപതി പറഞ്ഞതെന്ന് അറിയോ? ഉത്തരവിടു മഹാരാജ, അങ്ങനെ ആഗ്രഹമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയാണ്, ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? ഒരു ശത്രു പോലും ഇല്ല. അതാണ് സേനാപതി പറഞ്ഞത്. മഹാരാജ കിസേ ലഡേം, ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? കോയി ദുഷ്മൻ മേ തോ ഹേ ഹി നഹി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ശത്രു പോലും ഇല്ല, പിന്നെ നമ്മൾ ആരോട് യുദ്ധം ചെയ്യുന്നു ചോദിച്ചു. അപ്പം ദുഷ്മൻ എന്ന് പറഞ്ഞാൽ ശത്രുവാണ്, ദുഷ്മൻ ശത്രു. അറിയാത്ത കുട്ടികളൊന്ന് നോട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് രാജാവ് പറഞ്ഞു, ദുഷ്മൻ നഹി ഹേ തോ ഫിർ ദുഷ്മൻ ബനാവൂ. എന്താ പറഞ്ഞത്? ശത്രുക്കളില്ലേ എങ്കിൽ ശത്രുക്കളെ ഉണ്ടാക്കൂ, ശത്രുക്കളില്ലെങ്കിൽ നിങ്ങൾ വേഗം പോയി ശത്രുവിനെ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞു രാജാവ്. അപ്പം തുമേ ഗജാനെ സേ അച്ഛേ കാസേ പൈസ മിൽത്തേ ഹേ, എന്താ ചോദിച്ചത്? നിങ്ങൾക്ക് ഖജനാവിൽ നിന്ന് നല്ലതുപോലെ പണം ലഭിക്കുന്നുണ്ട് അല്ലേ? തുമനെ ഗജാനെ അതായത് നമ്മുടെ ഖജനാവിൽ നിന്ന് നിങ്ങൾക്ക് നല്ലപോലെ, അച്ഛേ കാസേ എന്ന് പറഞ്ഞത് നല്ലപോലെ, പേസേ നല്ലപോലെ, പേസേ മിൽത്തേ ഹേ നല്ലപോലെ നിങ്ങൾക്ക് പൈസ ലഭിക്കുന്നില്ലേ? മിൽന ലഭിക്കുക, ലിപ്തേ ഹേ. ഓ തുമാരെ സൈനിക് കാലി ബേട്ടെ ഉക്താ രഹേ ഹേ, എന്താണ്? എന്നിട്ട് അതുപോലെ നിങ്ങളുടെ സൈനികർ കാലി ബേട്ടെ പറഞ്ഞെന്താ? വെറുതെ ഇരുന്നിട്ട്, മുഷ്കിൽ എന്താണ്? വെറുതെ ഇരുന്നിട്ട് എന്താവാണ്? ബേട്ടെ ഉക്താ രഹേ ഹേ, മുഷിയുകയാണ്. അഗർ ബാഹരി ദുഷ്മൻ ഉൻഹെ ന മിലേ തോ കിസി ദിൻ വേ മുജ് പർ ഹി ഹംല കർന ആ ജായേംഗെ. എന്താണ്? പുറമേയുള്ള ശത്രുക്കളെ നിങ്ങൾ കണ്ടുമുട്ടിയില്ലെങ്കിൽ എന്നെങ്കിലും അവർ വന്ന് എന്നെ ആക്രമിക്കും സൈനികരെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് എന്താ അവിടെ പറയുന്നത്? നമുക്ക് ഇവിടെ ശത്രുക്കളില്ലേ? അങ്ങനെയാണെങ്കിൽ വേഗം പോയി ഒരു ശത്രുവിനെ കണ്ടുപിടിക്കുക. നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ശത്രുക്കളില്ലെങ്കിൽ പുറമേയുള്ള ശത്രുക്കൾ എന്ത് ചെയ്യും? അതായത് പുറമേയുള്ള ശത്രുക്കളെ നിങ്ങൾ കണ്ടുമുട്ടിയില്ലെങ്കിൽ എന്നെങ്കിലും ഇവർ വന്നിട്ട് ഈ രാജാവിനെ വന്ന് ആക്രമിക്കും സൈനികരെ എന്ന് ആര് പറഞ്ഞു? രാജാവ് പറഞ്ഞു. അപ്പൊ അതിൽ ഒരു സൈനികൻ പറയാണ്, ആജ്ഞാ ദീജിയെ മഹാരാജ്, എന്താ പറഞ്ഞത്? മഹാരാജാവെ ആജ്ഞാപിച്ചാലും എന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് പറഞ്ഞു, അഗർ തുമേ ലഡായി കർണി പടേത്തു കേസേ ലഗേഗ. എന്നിട്ട് എന്താ പറഞ്ഞത്? യുദ്ധം ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്താ നിങ്ങൾക്ക് തോന്നുമെന്ന് ചോദിച്ചു. അതായത് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾക്ക് എന്ത് തോന്നും എന്ന് ചോദിച്ചു. അപ്പോൾ ബാക്കിയുള്ള സൈനികന്മാർ പറഞ്ഞു, ലഡായി ഫിർ തോ ബഡാ മസ ആയേഗ. അപ്പം സൈനികർ പറഞ്ഞു, യുദ്ധം എങ്കിൽ വലിയ സന്തോഷമാകും, അതായത് ബഡാ മസ ആയേഗ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നല്ല സന്തോഷമാവും ഒരു യുദ്ധം ഉണ്ടെങ്കിൽ എന്ന് ആര് പറയാണ്? ഒരു സൈനികൻ പറയാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു, മസേ കി ബാത് ഹി ഹേ സേനാപതി. എന്താ പറഞ്ഞത്? നീ പറഞ്ഞത് ശരിയാണ്, സന്തോഷത്തിനുള്ള വകയാണ് സേനാപതി എന്ന് ആര് പറഞ്ഞു? രാജാവ് പറഞ്ഞു. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 81 കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് പേജ് നമ്പർ 82 പോവാം. നമുക്ക് നോക്കും. ഓക്കെ, അപ്പോൾ സേനാപതി പറയാണ്, ആദേശ് ദീജിയെ മഹാരാജ്, എന്താണ് നിൽക്കുന്നത്? ആജ്ഞാപിച്ചാലും മഹാരാജാവേ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, കോയി ദുഷ്മൻ ഡൂണ്ട് നിക്കാലോ. രാജാവ് എന്താ പറഞ്ഞത്? നിങ്ങൾ പോയിട്ട് വേഗം ഒരു ദുഷ്മൻ, ഏതെങ്കിലും ഒരു ശത്രുവിനെ കണ്ടെത്തൂ എന്ന് പറഞ്ഞു. ഡൂണ്ട് നിക്കാലോ, ഡൂണ്ടിന കണ്ടെത്തൂ. ഉസ്കെ ബാദ് ഹി ലഡായി ശുരു ഹോഗി, അതിനുശേഷം യുദ്ധം ആരംഭിക്കാം, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? യുദ്ധം ആരംഭിക്കാം എന്ന് രാജാവ് പറഞ്ഞു. അതിനുശേഷം രാജാക്ക പ്രസ്ഥാൻ, രാജാവ് പോകാണ്. ഹേമോർ ജനതാക്ക പ്രവേശ്, അപ്പോഴാണ് നമ്മുടെ ഹേമും ജനതയും പ്രവേശിക്കുന്നത്. ഹേം എന്ന് പറയുന്നത് ഇതിലൊരു കഥാപാത്രമാണ്. ജനത എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, ജനങ്ങളാണ്. അപ്പോൾ സേനാപതി പറയാണ്, സേനാപതി സാത്തിയോ കൂട്ടരെ, ക്യാ തുമ്മേ സേ കോയി ऐसा है जो महाराजा से लड़ने के लिए राजी हो. നിങ്ങൾക്ക് ആർക്കെങ്കിലും രാജാവിനോട് യുദ്ധം ചെയ്യാൻ സമ്മതമാണോ എന്ന് ആര് ചോദിച്ചു? സേനാപതി ചോദിച്ചു. ആരോടെ ചോദിച്ചെന്നറിയോ? ഹേമും ജനതയും പ്രവേശിച്ച സമയത്ത് സേനാപതി ചോദിക്കുകയാണ്, കൂട്ടരെ നിങ്ങൾ ആരെങ്കിലും രാജാവിനോട്, അതായത് രാജാവിന് വേണ്ടിയിട്ടല്ല, രാജാവിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണോ, സമ്മതമാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ജനത പറഞ്ഞു, ഇല്ല, ജി നഹി, അല്ല, ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു. അവ എന്താണ് പറഞ്ഞത്? ജി നഹി, തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സേനാപതി പറഞ്ഞു, ക്യാ ഏക് ബി നഹി, എന്താണ് ഒരാൾ പോലും തയ്യാറല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ജനത പറയാണ്, ഹം കിസി സേ ഡർത്തെ നഹി. ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ആരെയും ഭയക്കുന്നില്ല. ഹം കിസി സേ ഡർത്തെ നഹി, ഞങ്ങൾ ആരെയും ഭയക്കുന്നില്ല, പക്ഷെ ഞങ്ങൾ രാജാവിനോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ പറഞ്ഞത്? ലേക്കിൻ ഹം മഹാരാജാ സേ ലഡ്ന നഹി ചാഹത്തെ, പക്ഷെ ഞങ്ങൾ മഹാരാജാവിനോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സേനാപതി പറഞ്ഞു, മഗർ ഹേം, എന്താ പറഞ്ഞത്? എന്നാൽ ഹേം, മഗർ ഹേം എന്ന് പറയുമ്പോൾ എന്നാൽ ഹേം തുമ്നെ മഹാരാജ് അപമാൻ കിയ, എന്നാ ഹേം നിങ്ങൾ എന്ത് ചെയ്തു? മഹാരാജാവിനെ അപമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, തോ ഫിർ തുമ്ഹാരെ സാഥി ലഡായി ഹോ, എന്നിട്ട് എന്ത് പറഞ്ഞു? എങ്കിൽ നിങ്ങളോടൊപ്പം തന്നെ യുദ്ധം ചെയ്യാം എന്നാരാ പറഞ്ഞത്? സേനാപതി പറഞ്ഞു. അപ്പോൾ ഹേം പറഞ്ഞു,
മഗർ മേനെ കിസ് തരഹ മഹാരാജ് का अपमान किया, പക്ഷെ ഞാൻ എപ്പോഴാണ് മഹാരാജാവിനെ അപമാനിച്ചത് എന്ന് ഹേം ചോദിച്ചു. അപ്പോൾ സേനാപതി പറയാണ്, ഹേമേ നീയാണ് തെറ്റ് ചെയ്തത്, നീ മഹാരാജനെ അപമാനിച്ചു പറഞ്ഞു. അപ്പോൾ ഹേം ചോദിച്ചു, ഞാൻ എപ്പോൾ അപമാനിച്ചു? ഞാൻ അപമാനിച്ചിട്ടില്ല, ഞാൻ അപമാനിച്ചിട്ടില്ല എന്ന് ആര് പറഞ്ഞു? ഞാൻ അപമാനിച്ചില്ല, ഞാൻ ഏത് രീതിയിലാണ് ഞാൻ മഹാരാജാവിനെ അപമാനിച്ചെന്ന് ഹേം ചോദിച്ചു. അപ്പോൾ സേനാപതി പറഞ്ഞു, ഞങ്ങളുടെ രാജാവ്, എന്താ പറയുന്നത്, ഹമാരെ രാജാവ്, ഞങ്ങളുടെ രാജാവ് ജബ് തുമ്ഹാരെ മക്കാൻ, എന്താണ് നിങ്ങളുടെ കെട്ടിടത്തിന്റെ മുമ്പിലൂടെ, നിങ്ങളുടെ കെട്ടിടം പറഞ്ഞാൽ എന്താ, ഹേമിന്റെ വീടിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ, അതാണ് തുമ്ഹാരെ മക്കാൻ, മക്കാൻ എന്ന് പറഞ്ഞ കെട്ടിടം, കെട്ടിടത്തിന്റെ കേസാമിനെ, കെട്ടിടത്തിന്റെ മുൻപിലൂടെ, കേസാമിനെ മുൻപിലൂടെ, ഗുസർ രഹേത്തെ, ഗുസർ എന്ന് പറഞ്ഞാൽ കടന്നു പോകുകയായിരുന്നു. ഉസ് വക്ത്, ആ സമയത്ത്, അപ്പോൾ തും കിടക്കി, നീ എവിടെയായിരുന്നു? നീ എവിടെയാണ് ഇരിക്കുന്നത്? നീ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ രാജാവ് കെട്ടിടത്തിന് മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ നീ അത് വാതിലിൻ്റെ അടുത്ത് കിടക്കിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഗഡേ ഹോക്കർ ജംബായിലെ രഹത്തെ, അവിടെ ആ ഒരു വാതിലിൻ്റെ അടുത്ത് നിന്നിട്ട് നീ എന്ത് ചെയ്തു? ജംബായിലെ രഹത്തെ, ഇവിടെ ജംബായി, വെരി ഇമ്പോർട്ടൻറ്റ് മീനിങ്, ഇവിടെ ശ്രദ്ധിക്കുക. ജംബായി, ജംബായി എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ്. ജംബായി സേനാപതി പറഞ്ഞ ഡയലോഗിൽ വരുന്ന ജംബായി എന്ന് പറഞ്ഞാൽ കോട്ടുവായ ഇടുക, കോട്ടുവാ ആണ് ജംബായി. എന്നിട്ട് തീനോം സൈനിക്, അപ്പോൾ നീ എന്ത് ചെയ്യായിരുന്നു? അപ്പോൾ സേനാപതി പറഞ്ഞത്, ഇവർ എപ്പോഴാണോ നമ്മുടെ രാജാവ് ഈ ഒരു അതിലൂടെ ഈ ഹേമിന്റെ വീടിന്റെ അടുത്തുകൂടെ കടന്നു പോകുന്ന സമയത്ത് ഹേം കോട്ടുവായ ഇട്ടു, അതാണ് ഹേം ചെയ്ത തെറ്റ് എന്ന് ആര് പറയാണ്? സേനാപതി പറയാണ്. അപ്പോൾ തീനോം സൈനിക്, ബാക്കിയുള്ള സൈനികന്മാർ പറഞ്ഞു ജംബായി ലേരഹാത്ത, ഹാ 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 എന്ന് പറഞ്ഞു ചിരിച്ചു. എന്താണ് തീനോം സൈനികർ പറഞ്ഞത്? കോട്ടുവായി ഇടുകയായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഹാ 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 എന്ന് പറഞ്ഞ് ചിരിച്ചു. അപ്പോൾ ജനത പറഞ്ഞു ജംബായിൽ ഇതിനകത്ത് ഭയങ്കര ബാത്ത് ഹേ, ജനങ്ങൾ പറഞ്ഞു കോട്ടുവായി ഇടുന്നത് ഭീകരമായ കാര്യമാണ്. ഇത്തനാ സാഹസ്, ഇത്ര ധൈര്യമോ? ഇസേ ബഡ അപമാനോ ക്യാ ഹോഗ, ഇതിലും വലിയ അപമാനം വേറെ എന്താണുള്ളത്? അപ്പോൾ ഹേം പറഞ്ഞു, പക്ഷേ രാജാവായതിനു ശേഷം മഹാരാജാവ് ഒരു പ്രാവശ്യം പോലും ഞങ്ങളുടെ വീടിന് മുമ്പിലൂടെ പോയിട്ടില്ല എന്നാണ് ഹേം പറഞ്ഞത്. ഹേം എന്താ പറഞ്ഞത്? മഹാരാജ ബനനേക്കെ ബാദ്, പക്ഷേ രാജാവായതിനു ശേഷം മഹാരാജാവ് ഏക് ബാർ, ഒരു പ്രാവശ്യം, പോലും ഹമാരെ ഘർ, ഞങ്ങളുടെ വീടിന്റെ കേസാമിനെ മുൻപിലൂടെ നഹി ഗുസരേ ഹേ, വീടിന്റെ മുൻപിലൂടെ പോയിട്ടില്ല. അപ്പൊ സേനാപതി പറഞ്ഞു മഗർ ഭയ്യ, പക്ഷേ സഹോദര, ക്യാ തും ദിൽ पर हाथ रख कर कह സത്യ ഹോക്കി തുമ്നെ കബി ജംബായി നഹീലി, സഹോദര നിങ്ങൾക്ക് സത്യസന്ധമായി പറയാൻ കഴിയുമോ നിങ്ങൾ ഒരിക്കലും കോട്ടുവായിട്ടില്ലാന്ന്, അതായത് രാജാവ് അതിനുശേഷം നീ ഇതുവരെ കോട്ടുവായിട്ടില്ലാന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹേം പറഞ്ഞു, തോ മുझे मान ही लेना पड़ेगा कि मैंने जरूर कभी जंबाई ली होगी, അങ്ങനെയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കോട്ടുവായി ഇട്ടു എന്ന് പറയേണ്ടി വരുമെന്ന് ആര് പറഞ്ഞു? ഹേം പറഞ്ഞു. അപ്പോൾ മക്കളെ നെക്സ്റ്റ് പേജ് നമ്പറിലേക്ക് പോവാം. പേജ് നമ്പർ 83. അപ്പോൾ സേനാപതി പറയാണ്, ശബാഷ്, കൊള്ളാം, എന്താണ്, അബ് തുമ്നെ ബഹാദൂറോം കി ജൈസേ ബാത് കരി, ഇപ്പം നിങ്ങൾ ധൈര്യത്തോടെ കാര്യം പറഞ്ഞു എന്ന് ആര് പറയാണ്? സേനാപതി പറയാണ്. അപ്പോൾ ജനത പറഞ്ഞു ഇസേ കഹത്തെ ഹേ രാജാ കാ ഏകദം യോഗ്യ ശത്രു ഠീക് ഹേ നാ, അപ്പോൾ ജനത പറഞ്ഞു ഇവനെയാണ് രാജാവിന്റെ യോഗ്യനായ ശത്രു എന്ന് പറയുന്നത് ശരിയല്ലേ എന്ന് ആര് ചോദിച്ചു? ജനത ചോദിച്ചു. അപ്പോൾ സബി സൈനിക്, ബാക്കിയുള്ള എല്ലാ സൈനികന്മാരും പറഞ്ഞു തുംസേ ലഡായി കർക്കെ ജറൂർ മസ ആയേഗ, നിന്നോട് യുദ്ധം ചെയ്താൽ തീർച്ചയായിട്ടും സന്തോഷമാകുമെന്ന് ആര് പറയാണ്? എല്ലാ സൈനികന്മാരും പറയാണ്. അപ്പോൾ സേനാപതി പറഞ്ഞു ചലോ സൈനികോ, വരൂ സൈനികരെ, ഇസ് മഹാൻ യുദ്ധക്കേലിയെ തയ്യാർ ഹോ, ഈ മഹായുദ്ധത്തിന് നമുക്ക് ഒരുങ്ങാമെന്ന് സേനാപതി പറഞ്ഞു. അപ്പോൾ ജനത പറഞ്ഞു ജയ് രാജാതിരാജ് രാജേന്ദ്ര കി ജയ്, ജനത എന്താ പറഞ്ഞത്? രാജാതിരാജനായ, അപ്പോൾ എവിടെയാണ് പറയുന്നത്? സേനാപതി പറയുന്നത് ചലോ സൈനികരെ നമുക്കിപ്പോൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ ജനത പറയാണ് ജയ് രാജാതിരാജ് രാജേന്ദ്ര കി ജയ്, എന്ത് ചെയ്യുക? രാജാതിരാജനായ രാജേന്ദ്രന് ജയിക്കട്ടെ എന്നാര് പറയാണ്? ജനത പറയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് സീൻ 2 ഡിസ്കസ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ തീസറാ ദൃശ്യ സീൻ 3 ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ഏരിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിൽ ഇമ്പോർട്ടൻറ്റ് വേർഡ് മീനിങ്സ് ഇവിടെ ജംബായി എന്ന് പറഞ്ഞാൽ കോട്ടുവായി ഇടുകയാണ്, അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് വെക്കണം. അതുപോലെ മക്കാൻ എന്ന് പറഞ്ഞാൽ കെട്ടിടമാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ തീസറാ ദൃശ്യ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഹോപ്പ്